പ്രിയപ്പെട്ടവരെ, ആദരണീയമായ ഗുരുക്കന്മാരെ, യുവജനങ്ങൾക്ക് പരിശുദ്ധ കന്യകാമറിയും മാതൃകയും പ്രചോദനവും ആകുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാണ്. അമ്മയുടെ ജീവിതം വിശ്വാസം, വിനയം, അനുസരണം, ധൈര്യം, ശക്തി എന്നിവയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ ഗുണങ്ങൾ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി അമ്മയുടെ വിശ്വാസം എടുത്തു പറയേണ്ടതാണ്. ഗർഭിണിയോട് പ്രത്യക്ഷപ്പെട്ട് താൻ ദൈവത്തിന് ഗർഭം ധരിക്കും എന്നറിയിച്ചപ്പോൾ അമ്മ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിച്ചു. അസാധാരണമായ വാർത്ത കേട്ട് അവൾ ഭയപ്പെട്ടുവെങ്കിലും ദൈവത്തിലുള്ള അവളുടെ വിശ്വാസം അവളെ മുന്നോട്ട് പോകാൻ സഹായിച്ചു. ഇന്നത്തെ യുവജനങ്ങൾക്ക് പ്രതിസന്ധികളും അനിർവചനീയമായ ഈ ലോകത്ത് മറിയത്തിന്റെ ജീവിതം ഒരു പാഠമാണ്. ദൈവത്തിലും സ്വന്തം കഴിവുമുള്ള അവരുടെ വിശ്വാസം ഏത് പ്രതിസന്ധിയിലും അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കും. രണ്ടാമതായി മറിയത്തിന്റെ വിനയം അനിർവചനീയമാണ്. താൻ ദൈവപുത്രന്റെ അമ്മയാകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടും അവൾ അഹങ്കരിച്ചില്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ സ്വയം സമർപ്പിച്ചു. യുവജനങ്ങൾക്ക് വിനയമെന്ന് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്വന്തം കുറവുകൾ അംഗീകരിക്കുവാനും ഒരു നല്ല പൗരന്മാരായും അറിവുകൾ നേടാൻ സഹായിക്കുന്ന ഒരു നല്ല ഗുണമാണ്. മൂന്നാമതായി മറിയത്തിന്റെ അനുസരണം എടുത്തു പറയേണ്ടതാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ അവൾ തയ്യാറായി. അതത്ര എളുപ്പമുള്ള കാര്യം ഒന്നും അല്ലായിരുന്നു. സമൂഹത്തിന്റെ ചോദ്യങ്ങളും തെറ്റിദ്ധാരണകൾക്കും അവൾക്ക് ഉത്തരം നൽകേണ്ടി വന്നു. അവൾ അതെല്ലാം ഒറ്റയ്ക്ക് നേരിട്ടു. എങ്കിലും അവൾ ദൈവഹിതം നിറവേറ്റി. യുവജനങ്ങൾക്ക് വിനയമെന്നത് മറ്റുള്ളവരുടെ കരുണ കാണിക്കാനും എല്ലാവരെയും ഒത്തുചേർന്ന് ജീവിക്കാനുമായിട്ടാണ്. നാലാമതായി മറിയത്തിന്റെ ധൈര്യം എടുത്തു പറയേണ്ടതാണ്. ഒരു കന്യകയായിരിക്കെ തന്നെ ഗർഭിണിയാകാനുള്ള ദൈവവിളി സ്വീകരിക്കാൻ അവൾക്ക് ധൈര്യം ആവശ്യമായിരുന്നു. പിന്നീട് ഈശോയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൾക്ക് ധൈര്യം ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവം മുതൽ കുരിശുമരണം വരെയുള്ളവർക്ക് അവൾ കാണിച്ച ധൈര്യം അസാധാരണമാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് വിശ്വസ്തയുടെ ജീവിതം നയിക്കുവാനും ജീവിതത്തിലേക്ക് ശബ്ദമുയർത്തുവാനും ധൈര്യം ആവശ്യമാണ്. അഞ്ചാമതായി മറിയത്തിന്റെ സ്നേഹം അനിർവചനീയമാണ്. ദൈവത്തോടുള്ള അവളുടെ സ്നേഹം വളരെയധികം അസാധാരണമാണ്. ദൈവത്തോട് അവൾ കാണിച്ചിരുന്ന സ്നേഹം നമുക്ക് ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. മറിയത്തിന്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രചോദനമാണ്. യുവജനങ്ങൾക്ക് ഇത് മറ്റുള്ളവരുടെ സ്നേഹം പുലർത്തുവാനും സഹാനുഭൂതിയും ദൈവം കാണിക്കുവാനും സമൂഹത്തിൽ സ്നേഹബന്ധങ്ങൾ ഉളവാക്കുവാനും സാധിക്കും. ചുരുക്കത്തിൽ പരിശുദ്ധ കന്യകാമറിയം ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാണ്. അമ്മയുടെ ജീവിതം വിശ്വാസം, വിനയം, അനുസരണം, ധൈര്യം, സ്നേഹം എന്നിവയുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ ഗുണങ്ങൾ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും നൽകാൻ സഹായിക്കുന്നു. ദൈവത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും അതോടൊപ്പം തന്നെ അധീനതയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഓരോ യുവജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.